രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊരപൂർവഗുരുനിൻ ഓർമ്മമതി ഞങ്ങൾക്കു താങ്ങായി. രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊരപൂർവഗുരുനിൻ ഓർമ്മമതി ഞങ്ങൾക്കു താങ്ങായി. ചില മനുഷ്യർ അങ്ങനെയാണ്. തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ആയിരങ്ങളിലേക്ക് പടർന്നു കയറും. അവരുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാവും. അവർക്ക് അദ്ദേഹം എന്നും ഗുരുവായിരിക്കും. മരണത്തിനും മായ്ക്കാനാവാത്ത അദ്ദേഹത്തിൻ്റെ 1000 ഓർമ്മകളിലൂടെ അവർ സഞ്ചരിക്കും. അവർ പുതുതലമുറയ്ക്ക് ആ യുഗപ്രഭാവനെ പരിചയപ്പെടുത്തും. അങ്ങനെ നമുക്ക് മുന്നേ കടന്നുപോയ മഹാരഥന്മാർ എത്രയെത്ര പേർ. സർവമത സമ്മേളനവേദിയെ തൻ്റെ വാഗ്ധോരണി കൊണ്ട് കോരിത്തെരിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ്റെ ദർശനങ്ങളെ ശബരിഗിരീശൻ്റെ മണ്ണിൽ നിന്നും കേരളത്തിലെമ്പാടും എത്തിച്ച മാതൃകാ സ്വയം സേവകൻ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവും ജീവിത മൂല്യങ്ങളും സ്വജീവിതത്തിലൂടെ പകർന്നു നൽകിയ മാതൃകാ അധ്യാപകൻ. നൂറുകണക്കിന് ആധ്യാത്മിക വേദികളിൽ സരസ്വതീ കടാക്ഷം കൊണ്ട് അനുഗ്രഹീതമായ നാവിലൂടെ ആയിരങ്ങൾക്ക് സരളവും ലളിതവുമായി വേദോപനിഷത്തുക്കളുടെ സാരാംശമെത്തിച്ച ഉജ്ജ്വലനായ വാഗ്മി. ഈ വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ ആളുകൾ ആചരിക്കുകയും വായിക്കുകയും ചെയ്യുന്ന പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താമോ എന്നൊരു സംശയം വരും. എന്തുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മഹാഭാരതത്തിലെ പല കഥകളും നമുക്ക് എന്തായിട്ട് വരും? നമുക്ക് വിരുദ്ധങ്ങളായിട്ട് തോന്നും. അതാത് സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് അതിന് താല്പര്യം ഉണ്ടാവില്ല. ഇതിനില്ല. വളരെ പ്രത്യേകിച്ച് ഉദാഹരണമാണ് പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് അന്നത്തെ ആ കഥയെ അതിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വ്യാസഭഗവാൻ അത് എഴുതുന്ന സമയത്ത് 5 പേരുടെയും ഭാര്യയായിരുന്നു എന്ന് എഴുതാതിരുന്നാൽ പോരെ? അപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത് വിവാദമാകുന്നത് എപ്പോഴാണ്? അതെന്താണ് അതിൻ്റെ സാഹചര്യമെന്ന് കൃത്യമായി മനസ്സിലാകാതെ വരുമ്പോഴാണ്. അപ്പോൾ ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ എഴുതിയിരിക്കുന്നത് ആ ലക്ഷ്യത്തെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ബൗദ്ധിക് പ്രമുഖായും സമ്പർക്കം, ധർമ്മജാഗരണം എന്നിങ്ങനെ സംഘം ഏൽപ്പിച്ചതും അല്ലാത്തതുമായ എത്രയെത്ര പ്രവർത്തനങ്ങൾ. ഒടുവിൽ സംഘകുടുംബത്തിൻ്റെ ജില്ലയിലെ കാരണവർ സ്ഥാനം യൗവനത്തിൽ തന്നെ അലങ്കരിച്ച അതുല്യ സംഘാടകൻ. ഈ പറഞ്ഞതിനെല്ലാം എത്രയോ അപ്പുറത്താണ് ഡോക്ടർ VP വിജയമോഹൻ എന്ന ശബരിഗിരി സംഘജില്ല മാനനീയ സംഘചാലക്. ഈ വിധം ഈശ്വരന് സമർപ്പിക്കാൻ തയ്യാറായാലും അതിന് സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ പൂർവജന്മാർജിതമായ വാസനകൾ അതിന് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കണം. ഈ വാസനകളെ ഓരോന്നോരോന്നായിട്ടാണ് ഭഗവാൻ അർജുനനിൽ നിന്ന് ഊറ്റിയെടുത്തത്. ആ മൃഗവാസനകളെ ഒഴിവാക്കി സദ്വാസനകളെ നിറയ്ക്കുന്ന പ്രവർത്തനമാണ് ആധ്യാത്മികത. പ്രായം കൊണ്ട് മുതിർന്ന എത്രയോ പേർ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു. ബാലസ്വയംസേവകർക്ക് പോലും ഏറ്റവും അടുത്ത കൂട്ടുകാരനായി. മാനസിക സംഘർഷങ്ങളിലും പ്രയാസങ്ങളിലുമായ സമാജത്തിന് വഴികാട്ടിയായി. ആ ആദർശദീപത്തിൻ്റെ പ്രഭാവലയത്തിൽ നാം പലപ്പോഴും നമ്മെ മറന്നു. സംഘഗംഗയിലലിയാൻ പ്രേരണയും പ്രചോദനവുമായി. പുണ്യനദിയായ പമ്പയുടെ തീരത്ത് കീക്കോഴൂർ ഗ്രാമത്തിൽ പ്രഭാകരൻ നായരുടെയും
ആനന്ദവല്ലിയമ്മയുടെയും മകനായി 1969 ജനനം. ഏറ്റവും ഉയർന്ന മാർക്കിൽ കിക്കൊഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിൻ്റെ ആദ്യ ബാച്ചിൽ അദ്ദേഹം നേടിയെടുത്ത മാർക്കിനെ മറികടക്കുവാൻ 5 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും ഒരു വിദ്യാർത്ഥിക്കുമായിട്ടില്ല. 1984-86 പ്രസംഗം, മിമിക്രി, മോണോ ആക്ട്, കവിതാരചന, ഹൈ ജമ്പ് എന്നിങ്ങനെ കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ പ്രഥമ സ്ഥാനവും എ ഗ്രേഡുമായി സ്കൂളിൻ്റെ അഭിമാനമായി മാറിയ വിജയമോഹൻ കോളേജ് പഠന കാലയളവിൽ അതുല്യ സംഘാടകനായി മാറി. രാഷ്ട്രീയ സ്വയംസേവക സംഘം പകർന്നു നൽകിയ ഇച്ഛാശക്തിയിൽ പന്തളം NSS കോളേജിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. 1989-90 കാലയളവിൽ ABVPയുടെ സംസ്ഥാന സമിതി അംഗമായിരിക്കെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ തലനാരിഴയ്ക്കാണ് SFI ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നത്. വാക്കുകളുടെ ശക്തിയെ പ്രതിയോഗികൾ അത്രയേറെ ഭയപ്പെട്ടിരുന്നു. VP വിജയമോഹൻ്റെ നിര്യാണം വളരെ അപ്രതീക്ഷിതമായിരുന്ന ഒരു കാര്യമായിരുന്നു. വിജയമോഹനെ ഞാൻ ഓർക്കുന്നത് 87-90 കാലഘട്ടത്തിൽ പന്തളം NSS കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന, ആ കാലത്ത് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ആൾ എന്നുള്ള നിലയിലാണ്. വിജയമോഹനെ കുറിച്ച് പറയുമ്പോൾ ഒരു സംഘാടകൻ എന്നുള്ള നിലയിലുള്ള വിജയമോഹൻ്റെ കഴിവുകൾ, അതോടൊപ്പം നല്ലൊരു പ്രഭാഷകൻ. ആ കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും നടക്കുമ്പോൾ ആ ക്യാമ്പയിനുകളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ, ആധികാരികമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വിജയമോഹൻ നടത്തിയിട്ടുള്ള ആ ശ്രമം അവിടെ ആ കാലത്ത് അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള പലരും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുമ്പോൾ എനിക്ക് 9:30 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് വിജയമോഹൻ താമസിക്കുന്ന റാന്നിയിലെ വീട്ടിൽ നിന്ന് പന്തളത്തേക്ക് രാവിലെ ബസ്സിൽ യാത്ര ചെയ്ത് 8:30 മണിയോടുകൂടി വിജയമോഹൻ കോളേജിലെത്തുമായിരുന്നു. കോളേജിലെത്തി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള 1 മണിക്കൂർ നേരം അവിടെ വരുന്ന വിദ്യാർത്ഥി പരിഷത്തുകാരായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകി അവരെല്ലാവരെയും വിദ്യാർത്ഥി പരിഷത്തിലേക്ക് ആകർഷിക്കാനും അടുപ്പിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ശ്രമം. പിന്നെ പകൽ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം ക്യാമ്പയിൻ. അങ്ങനെ ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ, പ്രഭാഷകൻ എന്നുള്ള നിലയിൽ, വിദ്യാർത്ഥികളുമായിട്ട് സമപ്രായക്കാരുമായിട്ട് ആ നിലയിൽ, അതിനേക്കാൾ പ്രായം കുറഞ്ഞവരോട് സ്നേഹപൂർവം, കുറച്ച് മുതിർന്ന ആളുകളോട് ആ നിലയിൽ, അങ്ങനെ എല്ലാ തലത്തിലുമുള്ള ആളുകളോട്, അധ്യാപകരും വിദ്യാർത്ഥികളോടും എല്ലാവരോടും അങ്ങനെ ഇടപഴകാൻ കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ. പിന്നീട് അദ്ദേഹം ശബരിഗിരി ജില്ലാ സംഘചാലക വരെയായി. പക്ഷെ ഇതിൻ്റെ എല്ലാം തുടക്കം ഏതാണ്ട് 17-18 വയസ്സ് തൊട്ടുള്ള ആ കാലഘട്ടത്തിൽ വിജയമോഹനിൽ കാണാമായിരുന്നു. വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന സമിതി അംഗം എന്നുള്ള നിലയിലും വിജയമോഹൻ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഒക്കെ ആ ഒരു സാഹചര്യം അത് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലും കേരളത്തിലുടനീളവും അത് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് വിജയമോഹൻ്റെ നിര്യാണത്തിലൂടെ, ഈ വിടവാങ്ങലിലൂടെ ഉണ്ടായിട്ടുള്ളത്. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം, മധുര MK സർവകലാശാലയിൽ നിന്നും MBA, MPhil, PhD. ബാങ്കിങ്ങിൽ അദ്ദേഹം നേടിയ PhD അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യത്യസ്ത സർവകലാശാലകൾ പിന്നീട് ജേർണലുകളായി പ്രസിദ്ധീകരിച്ചു. 11 അന്താരാഷ്ട്ര ജേർണലുകൾ, 8 ദേശീയ സെമിനാറുകൾ. അവയിൽ ടെക്നോളജിക്കൽ ചലഞ്ചസ് ഓഫ് ഇന്ത്യൻ ബാങ്കിംഗ് ഓപ്പറേഷൻ എന്ന അന്താരാഷ്ട്ര സെമിനാർ വിഷയം ഇന്നും ബാങ്കിംഗ് മേഖലയിലെ
ഗവേഷക വിദഗ്ധർക്ക് അത്ഭുതമാണ്. 1993 തൻ്റെ 22-ാം വയസ്സിൽ റാന്നി സെൻറ്റ് പീറ്റേഴ്സ് അക്കാദമിയിൽ ട്യൂഷൻ അധ്യാപകനായി തുടങ്ങിയ അധ്യാപക ജീവിത സപര്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജുകളിലൊന്നായ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ്, DC സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, ലേബർ ഇന്ത്യ ഗുരുകുലം പബ്ലിക് സ്കൂൾ, മിനിസ്ട്രി ഓഫ് മാൽഡീവ്സ് O ലെവൽ അധ്യാപകൻ എന്നിങ്ങനെ ഒടുവിൽ 2009 മുതൽ 14 വർഷമായി തൻ്റെ ജീവിതയാത്ര അവസാനിക്കുന്ന കാലം വരെ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പ്രൊഫസർ എന്ന നിലയിൽ എത്തി നിൽക്കുമ്പോൾ ഗദ്ഗദത്തോടെയും നൊമ്പരത്തോടെയും മാത്രമേ തങ്ങളുടെ എല്ലാമായ ഗുരുനാഥനെ ആ കുട്ടികൾക്ക് സ്മരിക്കാനാവൂ. A good teacher is like a candle. It consumes itself and lights the way for others. എനിക്ക് സാറിനെ പറ്റി ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വന്ന ഈ ഒരു കോട്ട, because sir was a candle to all the students in our college. He was a very polite person, having intense knowledge about all the subject areas. നമ്മൾ എന്തൊരു ഡൗട്ട് കൊണ്ട് സാറിൻ്റെ അടുത്ത് പോയാലും he actually clears it with real life example. The thing that we are all gonna miss is his pleasant smile. So we are all gonna miss you, sir, and I convey my deepest condolence to his family. വിജയമോഹൻ സാർ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതെന്ന് പറയുന്നത് സാറിന്റെ ആ ചിരിച്ചോടുള്ള നടത്തവും സാറിന്റെ ആ ഒരു എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി സാർ എല്ലാവരെയും സമീപിക്കുന്നതാണ്. ഇവിടെ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള സ്റ്റുഡൻസിന് ഓരോരുത്തർക്കും അറിയാം സാറിന്റെ ക്ലാസ്സസ് എത്ര എന്റർടൈനിങ് ആണെന്നും സാർ എപ്പോഴും ഓരോ തമാശകളും ഓരോ ഉദാഹരണങ്ങളും റിയൽ ലൈഫിൽ നിന്ന് തന്നെ ഓരോ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് സാറിന്റെ ക്ലാസ്സസ് എത്ര എൻഗേജിംഗ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മളിരിക്കുന്ന ഓരോരുത്തരും സാറിനെ മിസ് ചെയ്യുന്നു. ഇനി ഒരിക്കലും സാർ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ സാറിന്റെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സാറിന്റെ ആ തമാശകളൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അതൊരു എന്താ പറയാ ഒരു ഭയങ്കര മനസ്സിനൊരു ഭാരമായിട്ട് തന്നെ ഇരിക്കുന്നു. ഏറെ ആദരണീയനായ ഡോക്ടർ VP വിജയമോഹൻ സാറ് നമ്മുടെ നാടിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാക്ഫാസ്റ്റ് കോളേജിനെ സംബന്ധിച്ചും വലിയ അനുഗ്രഹമായിരുന്നു. അദ്ദേഹം വിഷ്ണുപദം പൂകി എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരണങ്ങൾ പിന്തുടരുവാൻ ഇനി ആര് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ആത്മീയ പ്രഭാഷണം കൊണ്ടും തൻ്റെ സമർപ്പണം കൊണ്ടും നമ്മളെ എല്ലാവരെയും അതിശയിപ്പിച്ചവനാണ്. അദ്ദേഹം ശാന്തനും സുമുഖനും ദൈവഭക്തനുമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കിടങ്ങന്നൂർ വിജയാനന്ദാശ്രമവുമായി മുത്തച്ഛൻ്റെ കാലം മുതൽ തുടങ്ങിയ ബന്ധം വിജയമോഹൻജിയെ ആശ്രമവുമായി അടുപ്പിച്ചു. അദ്ദേഹത്തിലെ ആത്മീയ പ്രഭാഷകന് അടിത്തറ പാകിയ വിജയാനന്ദാശ്രമം മുതൽ തിരുവല്ല ശ്രീരാമകൃഷ്ണാശ്രമം, മാതാ അമൃതാനന്ദമയി മഠം തുടങ്ങി കേരളത്തിലെ വ്യത്യസ്ത ആധ്യാത്മിക കേന്ദ്രങ്ങളുമായി ഇത്രയേറെ ബന്ധമുള്ള കാര്യകർത്താക്കൾ വിരളമാണ്. ഏത് അധ്യാപകൻ്റെയും സ്വപ്നമായിരുന്ന ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപന ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം തിരികെ എത്തിയത് സ്വന്തം സ്ഥലത്ത് സംഘകാര്യത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുവാൻ മാത്രമായിരുന്നു. റാന്നി താലൂക്ക് ബൗദ്ധിക് പ്രമുഖ്, സംഘചാലക്, ജില്ലാ സമ്പർക്ക പ്രമുഖ്, ജില്ലാ സഹസംഘചാലക് എന്നീ ചുമതലകൾക്ക് ശേഷം കഴിഞ്ഞ 2 വർഷക്കാലമായി മാനനീയ ജില്ലാ സംഘചാലക് എന്ന നിലയിൽ സ്വയം സേവകർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി നമ്മുടെ ഇടയിൽ മാതൃകാ സ്വയം സേവകനായി അദ്ദേഹം ജീവിച്ചു. വിജയമോഹൻജി എല്ലാവരുടെയും സുഹൃത്തുമായിരുന്നു, മാർഗദർശിയുമായി. ഏതവസരത്തിലും പുഞ്ചിരിയോടുകൂടി പ്രശ്നങ്ങളുടെ മുന്നിൽ തലകുനിക്കാതെ അവയെ നേരിടാനുള്ള ഇച്ഛാശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു സംഘടനാ രംഗത്ത് അദ്ദേഹത്തിന് ഒരു മികച്ച രീതിയിൽ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. തെറ്റുകൾക്കെതിരെ ശബ്ദിക്കാൻ, നേർവഴി മറ്റുള്ളവരെ കാട്ടിക്കൊടുക്കാൻ,
എപ്പോഴും അദ്ദേഹം ബദ്ധശ്രദ്ധനായി. ഒരിക്കലും അദ്ദേഹം തിന്മകളോടും അനീതിയോടും വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. സത്യസന്ധമായി, ആത്മാർത്ഥമായി, നിരന്തരം സംഘടന എന്ന ഒരേയൊരു മന്ത്രം നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ കൂടെയെല്ലാം ഒരുവനായി അദ്ദേഹം പ്രവർത്തിച്ചു. ഒരിക്കലും ഒരു നേതാവിൻ്റെയോ ഏതെങ്കിലും പ്രൗഢിയും ആഡംബരവും കാട്ടുന്ന കാപട്യങ്ങളോ ഒന്നുമില്ലാതെ അദ്ദേഹം സത്യസന്ധമായ പൊതുപ്രവർത്തന ജീവിതം നയിച്ചു. സംഘ സ്വയംസേവകർക്ക് എന്നും അദ്ദേഹം ഒരു പ്രേരണയും പ്രചോദനവുമായിരുന്നു. അറിവിൻ്റെ ഭാരം പേറി നടക്കാതെ മനുഷ്യഹൃദയങ്ങളെ പുഞ്ചിരി കൊണ്ട് സ്വീകരിച്ച് സ്നേഹം കൊണ്ട് തൊട്ട് വാത്സല്യം കൊണ്ട് ചേർത്തു പിടിച്ച പുണ്യാത്മാവായിരുന്നു ഡോക്ടർ VP വിജയമോഹൻ. പുഞ്ചിരി തൂകിയെരിച്ചിടാം ജീവിത ദീപമിഞ്ഞേറും ഇരുട്ടകറ്റാൻ നെഞ്ചുറപ്പോടെ ഈ ദേശഹോമാഗ്നിയിൽ നീറിയൊടുങ്ങും ഹവിസായിടാം, നീറിയൊടുങ്ങും ഹവിസായിടാം. ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചു. പരിഹാരത്തിനുള്ള മാർഗങ്ങൾ കാട്ടിത്തന്നു. പ്രളയത്തിലും കോവിഡിലും നിസ്വാർത്ഥ സേവകനായി നമ്മെ മുന്നിൽ നിന്നു നയിച്ചു. ലളിതമായ ജീവിതവും സാമ്പത്തിക അച്ചടക്കവും അനുകരണീയമായിരുന്നു. വോക്കിസത്തെ പ്രതിരോധിക്കുവാൻ കുടുംബ ബന്ധങ്ങൾ ശക്തമാകണമെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചു. ഭഗവാൻ പാർത്ഥന നൽകിയ ഉപദേശം ഉദ്ധരേതാത്മനാത്മാനം എന്ന് സൂചിപ്പിക്കാത്ത പ്രഭാഷണങ്ങൾ വിരളമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും പിറന്ന നിരവധി ദേശഭക്തി ഗീതങ്ങൾ സ്വയംസേവകർക്ക് ഭാരതാവനിയുടെ സുന്ദര കമനീയ രൂപത്തെ മനസ്സിലേക്ക് ആവാഹിക്കുവാൻ പ്രേരണയായി. പൂർവസൂരികൾ തീവ്ര തപസ്സാൽ ശുദ്ധമാക്കിയ സാധനയാണ് ഹിന്ദുത്വമെന്ന് കേരളം പാടി. അവസാന യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ച സഹോദരങ്ങൾ ആ വരികൾ നിർത്താതെ ഇങ്ങനെ ഉരുവിട്ടു. പൂർവസൂരികൾ തീവ്ര തപസാൽ ശുദ്ധമാക്കിയ സാധന, പൂർവസൂരികൾ തീവ്ര തപസാൽ ശുദ്ധമാക്കിയ സാധന, ധർമ്മജീവിത സാധന ഇത് സംഘജീവിത സാധന, ധർമ്മജീവിത സാധന ഇത് സംഘജീവിത സാധന. വേദവൈഖരി നിർഗമിച്ചൊരു പുണ്യഭാരത ഭൂമിയിൽ, വേദവൈഖരി നിർഗമിച്ചൊരു പുണ്യഭാരത ഭൂമിയിൽ, സഫലമായൊരു ജീവിതത്തിനു നിരതമായൊരു സാധന, സഫലമായൊരു ജീവിതത്തിനു നിരതമായൊരു സാധന, ധർമ്മജീവിത സാധന ഇത് സംഘജീവിത സാധന, ധർമ്മജീവിത സാധന ഇത് സംഘജീവിത സാധന. രാഷ്ട്രദേവതയുടെ ഇംഗിതം പ്രിയപുത്രൻ്റെ തൂലികയിലൂടെ ആയിരങ്ങളെ ഓർമ്മിപ്പിച്ച ആ വരികൾ ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം. നേടുവാനൊരു ലക്ഷ്യമുണ്ട്, അതിദൂരെയല്ലതു കാണണം. താണ്ടുവാനൊരു മാർഗമുണ്ട്, അതിക്ലേശമെന്നതും ഓർക്കണം. ധ്യേയചിന്ത ചൊരിഞ്ഞ് സ്നേഹജ്വാല നമ്മെ നയിക്കണം. രാഷ്ട്രവൈഭവമെത്തുവോളം അവിശ്രമം ഗതി തുടരണം. മഹാത്മാവേ, അങ്ങേക്ക് അനന്തകോടി പ്രണാമം.
ഒരാദർശദീപം കൊളുത്തു കെടാതായതാ ജന്മകാലം വളർത്തു അതിനായ ഹോരാത്രമേകൂ സ്വജീവന്റെ രക്തം ഒരാദർശദീപം കൊളുത്തു അതേ ധന്യമാക്കൂ നരത്വം അതേ മർത്യജന്മം ചിരഞ്ജീവമാക്കൂ അതേ ഘോരരാത്ര്യാന്ധകാരത്തിമിർപ്പേ തകർക്കൂ ഒരാദർശദീപം കൊളുത്തു ശിശുക്കൾക്കു കൂടെ കളിക്കാൻ യുവത്വം മതം പൊട്ടിടുമ്പോൾ തളയ്ക്കാൻ വയോവൃദ്ധനു നായുറപ്പുള്ള താങ്ങായി പിടിച്ചൊന്നു നിൽക്കാൻ ഒരാദർശദീപം കൊളുത്തു